everyone. I cast my vote today. Today is the day that we all have been waiting for a long time, right? The election day. I did mine. And did you? ഞാൻ രാവിലെ തന്നെ പോയി വോട്ട് ചെയ്തു. ഒരു 8:30 ഒക്കെ ആയപ്പോഴത്തേക്കിന് പോയി. അതിന് വലിയ തിരക്കില്ലായിരുന്നു, കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 o'clock 10:30 ഒക്കെ കഴിയുമ്പോഴത്തേക്കിന് തിരക്ക് കൂടും എന്നാണ് തോന്നുന്നത്. When talking about the election, the power to vote is an important part in a democratic country like India. ഇന്ത്യ പോലൊരു വലിയ ജനാധിപത്യ രാജ്യത്ത് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വലിയ റൈറ്റാണ് ടു വോട്ട്, ടു കാസ്റ്റ് അവർ വോട്ട് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ നമ്മളുടെ ഒരു റോള് ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിച്ച് തന്നിട്ടുള്ള ഒരു വലിയ റൈറ്റാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ ചോയ്സ്, നമ്മളുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, നമ്മുടെ രാജ്യത്തിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കണം, നമ്മുടെ രാജ്യം ഇനി ആര് കൊണ്ടുപോകണം എന്നൊക്കെ ആര് നമ്മളെ ലീഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവസരമാണ് ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത്. India's democratic underpinnings are based on election results. Our legislatures, parliament are elected by, for and for the people. We are fortunate to have the right to vote as a constitutional right, and also our constitution guarantees us the right to vote to whom we vote and also to change our minds. നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ലക്കാണ് ഈ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുള്ളത്. ഇപ്പം എല്ലാ രാജ്യങ്ങളും ഡെമോക്രാറ്റിക് കൺട്രീസ് അല്ല, ഡിക്റ്റേറ്റർഷിപ്പ് ഉള്ള കൺട്രീസും ഉണ്ട്. അവിടെ ഇങ്ങനെ ആൾക്കാർക്ക്, സിറ്റിസൻസിന് ഇതുപോലെ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും നല്ല ഒരു ഫോർച്യൂൺ എന്ന് പറയാം ഈ ഒരു റൈറ്റ് നമുക്ക് ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ഇഷ്ടമുള്ള ആൾക്ക് നമുക്ക് വോട്ട് ചെയ്യാം. അതായത് ഈ ഒരു ഇലക്ഷന് നിൽക്കുന്ന ക്യാൻഡിഡേറ്റ്സിൽ ആർക്കാണോ വോട്ട് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് തോന്നുന്നു അവർക്ക് നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിപ്പം കറണ്ട് സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വേണം എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് വോട്ട് കൊടുക്കാം. അല്ലെങ്കിൽ സെയിം തന്നെ കണ്ടിന്യൂ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വോട്ട് ചെയ്യാം. ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് എനബിൾ ചെയ്യുന്നത് ഈ ഒരു റൈറ്റ് വഴി. The Election Commission of India is an autonomous constitutional authority which has the responsibility to administer the processes of election in India. This body administers the union and state elections in the country. The Election Commission of India administers the election to the Lok Sabha, Rajya Sabha, state legislative assemblies, and to the office of the president and to the office of the vice president in the country. നമ്മുടെ രാജ്യത്ത് എലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ ജനാധിപത്യ പ്രക്രിയയിൽ ഇത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു അതോറിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഏറ്റെടുത്ത് നടത്തുന്ന അതിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അതോറിറ്റി, അത് റൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. അതൊരു ഓട്ടോണോമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അപ്പോൾ ഈ ഒരു ബോഡിയാണ് നമ്മുടെ രാജ്യത്ത് യൂണിയൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ പ്രസിഡന്റിൻ്റെ, വൈസ് പ്രസിഡന്റിൻ്റെ ഈ പറയുന്ന എല്ലാ ഇലക്ഷൻസും കണ്ടക്ട് ചെയ്യുന്നത്, അത് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഒക്കെ ഈ ഇലക്ഷൻ കമ്മീഷനാണ്. Our vote has the potential to make significant changes. That is, we can vote for a change if we are dissatisfied with the current government. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴുള്ള നിലവിലുള്ള ഭരണത്തിൽ നമുക്ക് മടുപ്പുണ്ടെങ്കിൽ നമുക്ക് ഒരു ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനൊരു ചേഞ്ച് കൊടുക്കാൻ വേണ്ടി നമ്മുടെ വോട്ട് എന്ന് പറയുന്ന ആ ഒരു ടൂളിന് ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മളൊരു വോട്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ നിലവിലുള്ള ഗവൺമെൻറ്റിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ളൊരു കഴിവ് നമ്മൾ ജനങ്ങളുടെ ഈ ഒരു വോട്ടിന് ഉണ്ട്. ഇഫ് പീപ്പിൾ ഡു നോട്ട് വോട്ട്, ദ സെയിം പാർട്ടി വിൽ റിമൈൻ ഇൻ പവർ. നമ്മൾ ജനങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിലും നമ്മൾ വോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ദ സെയിം ഗവൺമെൻറ് വിൽ കണ്ടിന്യൂ, അല്ലേ? സോ ഈ ഒരു അവസരങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് ഇത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് നമുക്ക് വോട്ട് ചെയ്യാം. ഇനി അതെല്ലാം ചേഞ്ച് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ there is another option. The Indian government has made it possible for the voters to cast their votes or ballots
even if any of the candidates are unsatisfied to the voters. ദാറ്റ് ഈസ് നമ്മളുടെ ആ ഒരു കാൻഡിഡേറ്റ്സ്, ആ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സിൽ ആരെ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അവരെ ആർക്കും നമുക്ക് ഓക്കെ ഇവരാരും ശരിയല്ല, അല്ലെങ്കിൽ ഇവരൊന്നും വന്നാലൊന്നും ഒരു ചേഞ്ചസ് സംഭവിക്കാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ വോട്ട് ചെയ്യാൻ നോട്ട എന്ന് പറയുന്ന ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു ബാലറ്റ് ഉണ്ട്. അതായത് none of the above, that is nota. Nota votes are counted, but if the majority of the votes are nota, then the next party with the largest majority of votes will be elected. നോട്ട വോട്ട്സും ഒക്കെ കൗണ്ട് ചെയ്യും, പക്ഷേ ഇപ്പോൾ സപ്പോസ് ഏറ്റവും കൂടുതൽ വോട്ട്സ് വന്നിട്ടുള്ളത് നോട്ടയിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ വോട്ട് വന്നിട്ടുള്ളത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണോ അല്ലെങ്കിൽ ഏത് കാൻഡിഡേറ്റിനാണോ അവർ പിന്നീട് എലക്ട് ചെയ്യപ്പെടും. അപ്പം ചോദിക്കും, പിന്നെ എന്തിനാണ് നോട്ട? നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ചേഞ്ചിന് വേണ്ടിയിട്ടുമാണ് ഈ എലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ടൂള് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ എല്ലാവരും വോട്ട് ചെയ്യണം, എലിജിബിൾ ആയിട്ടുള്ള എല്ലാവരും. Every votes are count. So every eligible person's vote are significant to make a change. So എല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ വോട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്.